ഹലോ, എല്ലാവർക്കും ലേൺ വിത്ത് കോൺഫിഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മാത്സ് ട്രിക്കാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണന പട്ടിക എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ബാക്കി 99 വരെയുള്ള ഏതൊരു നമ്പറിൻ്റെയും ഗുണന പട്ടിക എങ്ങനെ ഫാസ്റ്റായിട്ട് പഠിക്കാം എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനീ പറയുന്ന ടെക്നിക്ക് എല്ലാ നമ്പേഴ്സിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം 61ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ നമുക്കറിയാം 61 രണ്ടക്കൗണ്ട് അല്ലേ. ആദ്യം 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 to 10 നമ്മൾ എഴുതണം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ. 6 into 1 6, 6 into 2 12, 6 into 3 18, 6 into 4 24, 6 into 5 30, 6 into 6 36, 6 into 7 42, 6 into 8 48, 6 into 9 54, 6 into 10 60. അതായത് 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ഓരോന്നായിട്ട് താഴോട്ട് എഴുതി. ഇനി എന്താണ് ചെയ്യേണ്ടത്? 61 അല്ലേ. ഇനി 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ താഴോട്ട് എഴുതണം. 1 into 1 1, 1 into 2 2, 1 into 3 3, പിന്നെ 4 5 6 7 8 9 10. സോ ഈ നമ്പേഴ്സ് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളായി. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 61 into 1 61, 61 into 2 122, 61 into 3 183, 61 into 4 244, 61 into 5 305, 61 into 6 366, 61 into 7 427, 61 into 8 488, 61 into 9 549. ഇനി അടുത്ത നമ്പർ നോക്കിക്കേ. 60ഉം 10ഉമായിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അവസാനത്തെ 10 എന്ന് പറയുന്നത് ഒരു രണ്ടക്ക സംഖ്യയാണ്. അവിടെ നമുക്ക് ശരിക്കും ഒറ്റ സംഖ്യ ആണെങ്കിൽ ഒരുമിച്ച് എഴുതിയാൽ മതി. രണ്ടക്ക സംഖ്യ വന്നാൽ അതിലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള ഡിജിറ്റ് മാത്രം എഴുതുക. ആ 10ൻ്റെ സ്ഥാനത്തുള്ള ഡിജിറ്റ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. സോ 60 + 1 61 എന്ന് വരും. 610 എന്ന് കിട്ടും. പറഞ്ഞത് ക്ലിയർ ആയല്ലോ. രണ്ടക്ക സംഖ്യ ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള ഡിജിറ്റ് എഴുതുക. 10ൻ്റെ സ്ഥാനത്തുള്ള ഡിജിറ്റ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 61 into 10 610 ആണ്. അത് നമുക്കറിയാം. പക്ഷേ ഈ രണ്ടക്ക സംഖ്യ വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ നമ്മൾ 61ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് എഴുതിയത് അല്ലേ. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും എഴുതണം, 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും എഴുതണം. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയില്ലേ, ആ നമ്പേഴ്സിൽ ഒറ്റ അക്കം മാത്രമേ പാടുള്ളൂ. രണ്ടക്കം വന്നാൽ അതിലെ യൂണിറ്റ്സ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്തുള്ള ഡിജിറ്റ് മാത്രം എടുത്തെഴുതുക. 10ൻ്റെ സ്ഥാനത്തുള്ള ഡിജിറ്റ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളൂടെ നോക്കാം. അതായത് 48ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഇവിടെ 48ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ താഴോട്ട് എഴുതണം. അതായത് 4 into 1 4, 4 into 2 8, 4 into 3 12, 4 into 4 16, 4 into 5 20, 4 into 6 24, 4 into 7 28, 4 into 8 32, 4 into 9 36, 4 into 10 40. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ താഴോട്ട് എഴുതണം. സോ 8 into 1 8, 8 into 2 16, 8 into 3 24, 8 into 4 32, 8 into 5 40, 8 into 6 48, 8 into 7 56, 8 into 8 64, 8 into 9 72, 8 into 10 80. ഇനി നമ്മൾ നോക്കുമ്പം രണ്ടാമത്തെ സെറ്റിലെ വാല്യൂസ് ഒറ്റ സംഖ്യ ആണെങ്കിൽ അത് തമ്മിൽ ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി. സോ ആദ്യത്തേത് 48 into 1 48 എന്ന് കിട്ടും. പക്ഷേ ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കുമ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ സെറ്റിൽ അല്ലേ എല്ലാ നമ്പേഴ്സും രണ്ടക്ക സംഖ്യകളാണ് അല്ലേ. 16 24 32 40. സോ അവിടെയെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റയുടെ സ്ഥാനത്തുള്ള ഡിജിറ്റ് മാത്രം അവിടെ നിർത്തുക. എന്നിട്ട് ബാക്കി വരുന്ന ആ ഡിജിറ്റ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. സോ ഫസ്റ്റ് നമ്പർ 8ഉം 16ഉം അല്ലേ. അപ്പം 16ലെ 6 മാത്രം അവിടെ എഴുതുക.
1 അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പർ ഏതാണ് 8 അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ 8 + 1 9 എന്ന് വരും, 96 എന്ന് വരും. അതായത് 48 × 2 എന്താണ് 96. ഇപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് താഴോട്ടുള്ള നമ്പേഴ്സ് നോക്കാം. മൂന്നാമത്തേത് 12ഉം 24ഉമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 12ൻ്റെ കൂടെ ആ 10ൻ്റെ സ്ഥാനത്തുള്ള 2 കൂട്ടുക. ഓക്കെ, 12ഉം 2ഉം 14, പിന്നെ 4 അതേപടി എഴുതുക. സോ 144 എന്ന് വരും. 48 × 3 144. സോ ഇനിയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് എഴുതുന്നത്? 16 32. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 16ൻ്റെ കൂടെ 3 കൂട്ടണം 19, ബാക്കി 2 അതേപടി എഴുതുക. സോ 48 × 4 എന്ന് പറയുന്നത് 192. അടുത്തത് എന്താണ് വരുന്നത്? 20ഉം 40ഉമാണ്. 20 + 4 ചെയ്യുക 24, പിന്നെ 0 അതേപടി എഴുതുക. 240 വരും. പിന്നെ 48 × 6 ആണ്. 24ഉം 48ഉമാണ്. 24 4 കൂട്ടുക 28 വരും. 8 അതേപടി എഴുതുക. സോ 288 എന്ന് വരും. അടുത്തത് എന്താണ്? 28ഉം 56ഉം. 28 5 കൂട്ടുക 33, 33 കഴിഞ്ഞിട്ട് 6 അതേപടി എഴുതുക. 336. അടുത്തത് എന്ത് വരും? 32ഉം 64ഉമാണ്. സോ 32ൻ്റെ കൂടെ 6 കൂട്ടുക. 32 6 38, ബാക്കി 4 അതേപടി എഴുതുക. സോ 384 48 × 8. അടുത്തത് 48 × 9. 36ഉം 72ഉമാണ്. 36ൻ്റെ കൂടെ 7 കൂട്ടുക. 36 7 43, 2 അതേപടി എഴുതുക. 432 എന്ന് വരും. ലാസ്റ്റ് നമ്മൾ ഈ രീതി ചെയ്യണമെന്നില്ല. നമുക്ക് 48 × 10 480 ആണെന്നറിയാം. സോ 480 എന്ന് വരും. ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ 40ഉം 80ഉം അല്ലേ? 40ൻ്റെ കൂടെ 8 കൂട്ടുക. സോ 48, പിന്നെ 0 ഇടുക. സോ 480. ഈ ഒരു രീതി ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഈസി ആയിട്ട് എഴുതാൻ പറ്റും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.